This is just a passing phase. ഇത് ഒരു ബേബി സ്റ്റെപ്പാണ്. ആൻഡ് ഐ റിയലി സപ്പോർട്ട് ആൻഡ് ഐ റിയലി എന്താ പറയുക, നന്നായിട്ട് ഐ എം വെരി ഹാപ്പി ഇങ്ങനത്തെ ഒരു മൂവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇതെല്ലാം നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളാണോ ഇത് ചോദിക്കുന്നത്? ബിക്കോസ് ഞാൻ ഇതിനു മുമ്പേ കുറച്ച് പരാതികൾ കൊടുത്തപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത മീഡിയ ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണ് മുന്നോട്ട് വന്ന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങളിരുന്ന് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ മീഡിയാസ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ലോ മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു. 10, 12, 13 വർഷം മുമ്പേ കൊടുത്ത എല്ലാം കേസസ് ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലോയിൽ ഞാൻ ഇപ്പോഴും കൊച്ചിനിൽ ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ജോലി ഉണ്ടോ, എനിക്ക് സിനിമ ഉണ്ടോ, എനിക്ക് ഒന്നുമില്ല. ഞാൻ ആ ഫൈറ്റ്, ഞാൻ എൻ്റെതായ ഒരു സ്റ്റാൻഡിന് ഞാൻ ഫൈറ്റ് എടുക്കുന്നുണ്ട്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മീഡിയാസ് ഇരുന്നിട്ട് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരു പെണ്ണുങ്ങളും മുന്നോട്ട് വരാത്തത്. പിന്നെ ചൂഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ജെൻഡറായിട്ടൊന്നും പറയില്ല. പെണ്ണുങ്ങൾക്ക് മാത്രം ചൂഷണമല്ല, ആണുങ്ങളും ചൂഷണപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജെൻഡർ എടുത്തിട്ട് ഞാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ വിക്ടിം ഗെയിം. ഞാൻ വിക്ടിമൈസ്ഡ് ആവണമെങ്കിൽ ഞാൻ വിക്ടിം ആവണോ ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ വിക്ടിം ആവുള്ളൂ. ബട്ട് ഇഫ് ഐ വോണ്ട് ടു ഫൈറ്റ് ഇറ്റ്, ഐ വിൽ ഫൈറ്റ് ഇറ്റ്. ബട്ട് യു മീഡിയാസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളൊരു പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ അതിൻ്റെ ചോട്ടിൽ വരുന്ന കമൻസ്, ഇതേ മലയാളികളാണ് ഈ ഭയങ്കര മോശമായിട്ട് എഴുതുന്നത്. എങ്ങനെ നമ്മൾ വന്ന് മുന്നോട്ട് വരും? എങ്ങനെ? ഈ എഴുതുന്ന ആൾക്കാരുടെ പെങ്ങളും ഉണ്ട്, അമ്മമാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതൊന്നും ആൾക്കാർ ഓർക്കണില്ല. നിങ്ങൾ അമ്മ കമ്മിറ്റി ഇങ്ങനെ ചെയ്തു, ഹേമ കമ്മിറ്റി ഇങ്ങനെ ചെയ്തു, WCC ഇങ്ങനെ ചെയ്തു, അത് പറയാതെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഷോക്കാവും എത്ര പെണ്ണുങ്ങൾ മുന്നോട്ട് വരും, അല്ലാതെ എത്ര ആണുങ്ങൾ മുന്നോട്ട് വരും. അല്ല, ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അനുഭവം പറഞ്ഞാൽ എനിക്ക് കുറേ മോശമായ ഒരു കാര്യം നടന്നിട്ടില്ല. ഫോർ മീ ദിസ് ഫീൽഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫീൽഡ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതെല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അവർ വരുമ്പോൾ അവർ പോയിട്ട് പോലീസ് സ്റ്റേഷനോ അല്ലാതെ കോടതി മറ്റേ അവർ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ മീഡിയ വന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ ആണോ ആണോ അതാ ഞാൻ പറഞ്ഞത്. ചർച്ച ചെയ്യാതെ അതിനെങ്ങനെ സൊല്യൂഷൻ എടുക്കണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലേ 5 വർഷമായത്. ഇത് കുറച്ചും കൂടി മുന്നോട്ട് വരാമായിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് വൈകിട്ട് ഇത് കുറച്ചും കൂടി മുന്നേ ഒരു 1-2. പക്ഷേ ആൾക്കാർ മുന്നോട്ട് വരാത്തത് ബിക്കോസ് ധൈര്യം കൊടുക്കാത്തതുകൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. പക്ഷെ അവർ ഇത്ര വർഷം എടുത്തില്ലേ? അവരും പറയാൻ ഇത്ര വർഷം എടുത്തില്ല. ഇതിൽ മലയാളികളായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു സ്റ്റേറ്റ് ലെവൽ പ്രശ്നമല്ല, ഇതൊരു ഓൾ ഓവർ വേൾഡ് പ്രശ്നമാണ്. ആര്? അത് ഞാൻ കൊടുത്തത് ഞാൻ ഇന്ന് വരെ അനുഭവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ. ഈ കൊച്ചിൻ ഹൈക്കോർട്ടിൽ ഞാൻ ഒരു 18 ജഡ്ജിമാര് സ്ത്രീകളും ആണുങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മൊഴി കൊടുത്തില്ല. ഇതേ പോലീസ് വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ, അത് മാറണം. അപ്പൊ നമ്മൾ ഈ പെണ്ണുങ്ങൾ വന്നാൽ നമ്മുടെ നിയമം മാറണം. ലോ മാറിയാൽ മാത്രമേ ഒരാൾക്ക് ധൈര്യം കിട്ടുള്ളൂ. എനിക്കും അങ്ങനെ നടന്നിട്ടുണ്ട്. എത്രയോ സിനിമകൾ എനിക്ക് കിട്ടിയിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സിനിമകൾ ചെയ്ത്, ഞാൻ ഇപ്പോഴല്ലേ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയോ സിനിമ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ ഞാൻ വർക്ക് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് പ്രസവം സമയത്തും പ്രസവിച്ചിട്ടും ഏറ്റവും ആദ്യം വർക്ക് ചെയ്യാൻ വന്ന ഒരു നടിയാണ്. പക്ഷേ ഞാൻ വരെ നേടി ഒരു കുറേ ആൾക്കാർ എന്നെ എന്താ പറയുക എടുത്തിട്ടില്ല, കുറേ ആൾക്കാർ എന്നെ ഇത് ചെയ്തു. പക്ഷെ അതേ ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രശ്നമല്ല. സോ ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് ഐ ഹാവ് ഫോട്ട്. പക്ഷെ വരാനുള്ള സിനിമകൾ ആർക്കും താങ്ങാൻ പറ്റില്ലല്ലോ. അത് എന്തായാലും വരും.
ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ പവറിൽ ആണുങ്ങൾ മാത്രമുണ്ടോ എന്ന് ഞാൻ ഡൗട്ടാണ്. അതിൽ പെണ്ണുങ്ങളും ഉണ്ടാവും. പിന്നെ ഐ ഫീൽ സിനിമ ഈസ് ആണും പെണ്ണും. പിന്നെ എങ്ങനെയാണ് വൈ പവർ ഓൺലി ആണുങ്ങൾ? ആണുങ്ങൾ മാത്രം നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത്രയും ആണുങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ആണുങ്ങളെ പറ്റി അത് പറയില്ല. ഐ ഫീൽ ഇറ്റ്സ് എ കല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ അല്ല. ഇതിൽ ആണും പെണ്ണും ഈക്വലായി നമ്മളെല്ലാവരും നല്ല. ഇപ്പോൾ നമ്മൾ ഈ സിനിമ ഈ എന്താ പറയുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഫുൾ സിനിമ മേഖല മോശമാണെന്നുള്ള രീതിയിലല്ല ആൾക്കാർ പറയുന്നത്. ദാറ്റ്സ് എ റോങ് തിങ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജനങ്ങൾക്ക് എന്തൊക്കെ ആൾക്കാർ അഭിപ്രായങ്ങൾ. മലയാളികൾക്ക് അഭിപ്രായം കുറച്ച് ഫ്രീയാ. എൻ്റെ അടുത്ത് ഒരു പരാതി വന്നിട്ടില്ല. ഒരാൾക്കും പറയാൻ പറ്റില്ല ശ്വേതാ മേനൻ എന്ന വൈസ് പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തിട്ട് അവർ എന്താ പറയുക നിലപാടെടുത്തിട്ടില്ല എന്ന്. എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല. എല്ലാം ജനറൽ ബോഡിയിൽ ഞാൻ ഇരുന്ന് പറയാറുണ്ട്. നിങ്ങളെല്ലാവർക്കും മൈക്കുണ്ട്, വേദിയുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ വരിക, മുൻകൈ എടുക്കുക, പറയുക. ആരും വന്നിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമയിൽ തന്നെ ഒരാൾ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര തുറന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും. പറഞ്ഞാൽ നീ ശ്വേതാജി എങ്ങനെ എടുക്കും, അല്ലാതെ ശ്വേതാ മാം എങ്ങനെ എടുക്കും, ചേച്ചി എങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും വന്ന് പറയട്ടെ. ഐ ചാലഞ്ച്. അല്ല, എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഞാൻ അമ്മേനെ വിശ്വസിക്കും. ഞാൻ അമ്മോട് പ്രതീക്ഷിക്കണില്ല ഒന്നും. അതാണ്. ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് അമ്മ. ഐ എം വെരി പ്രൗഡ് ഓഫ് ബീങ് പാർട്ട് ഓഫ് അമ്മ. ബിക്കോസ് അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് മാറ്റി നിർത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ അത് എൻ്റെ പ്രശ്നങ്ങളായിട്ടേ മാത്രമേ ഞാൻ നോക്കുള്ളൂ. അല്ലാതെ അമ്മേൻ്റെ പ്രശ്നമാണെന്നായിട്ട് ഞാൻ കരുതിയിട്ടില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ഓഫീസുകാർ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടെ നിൽക്കുമോ? നിങ്ങളുടെ നിൽക്കില്ലേ? അത്ര നിൽക്കണ്ട അമ്മ. ഞാൻ പറഞ്ഞ സമയത്ത് അമ്മ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ഫെഫ്ക നിന്നിട്ടുണ്ട്, എല്ലാവരും നിന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല. എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്.